الصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സ്വലാത്തിലെ മസ്ജിദിലേക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഫضീലത്ത് അറിയിക്കുന്ന ഹദീസുകളിൽ അടുത്തത് وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل سلام من الناس عليه صدقة كل يوم تطلع فيه الشمس. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സദഖത്തുൻ കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ്. സുലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻസ്, മനുഷ്യന്റെ ശരീരത്തിലെ സന്ധി ജോയിൻസിനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ജോയിൻസിനും മനുഷ്യൻ സ്വതക്ക നൽകേണ്ടതുണ്ട് എല്ലാ ദിവസങ്ങളിലും, ഓരോ ദിവസത്തിലും. തഅദിലു ബൈനൽ ഇസ്നൈനി സദഖത്തുൻ, രണ്ടാളുകൾക്കിടയിൽ സുൽഹുണ്ടാക്കുക, നീതിപൂർവം സുൽഹുണ്ടാക്കുക എന്നുള്ളത് സദഖയാണ്. وتعين الرجل في دابته فتحمله أو ترفع له عليها متاعه صدقة. ഒരാൾ അവന്റെ ചരക്ക് അവന്റെ വാഹന മൃഗത്തിന്റെ മുകളിൽ കയറ്റാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ അതിനെ സഹായിക്കുക, അതിനൊരു കൈ വെച്ചുകൊണ്ട് സഹായിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉപകാരങ്ങൾ ചെയ്യുക എന്നുള്ളത് സദഖയാണ്. വൽകരിമത്തു ത്വയ്യിബത്തു സദഖത്തുൻ, നല്ല വാക്ക് പറയുക എന്നുള്ളത് സദഖയാണ്. വബികുല്ലി ഖുത്വത്തിൻ തംശീഹ ഇലസ്സലാത്തി സദഖത്തുൻ, മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നടക്കുന്ന ഓരോ നടത്തവും ഓരോ കാലടിയും സദഖയാണ്. വതുമീതുൽ അദാ അനി ത്വരീഖി സദഖത്തുൻ, വഴിയിലുള്ള തടസ്സം നീക്കുക എന്നുള്ളതും സദഖയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായൊരു അനുഗ്രഹമാണ് നമ്മുടെ ആഫിയത്ത്, ശരീരം എന്നുള്ളത്. നമുക്ക് കൈ യഥേഷ്ടം ചലിപ്പിക്കാൻ സാധിക്കുന്നത്, കാല്, അതുപോലെ ശരീരത്തിന്റെ അവയവങ്ങൾ. അതിന് ഉപകരിക്കുന്ന സൃഷ്ടിപ്പിന്റെ ഒരു രീതിയാണ് ഈ ജോയിന്റുകൾ, സന്ധികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അനുഗ്രഹത്തിന് തന്നെ നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. അപ്പോൾ ഓരോ ദിവസവും അവൻ നന്ദി കാണിക്കേണ്ടതാണ്. കാരണം ഓരോ ദിവസവും അവൻ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ സ്വതക്ക നൽകുന്നതിൽ വെറും സമ്പത്ത് മാത്രമാണോ സ്വതക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറും പണം നൽകുക എന്നുള്ളത് മാത്രമാണോ? അല്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും സ്വതക്കയുടെ ഇനമാണ്. ഒന്ന്, രണ്ടാളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു പിണക്കമോ എന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് നീതിപൂർവം അത് സുൽഹാക്കുക എന്നുള്ളത്. അതുപോലെ നല്ല വാക്ക് പറയുക രണ്ടാമത്തേത് ഒരാളെ സഹായിക്കുക, അയാളുടെ വാഹന പുറത്തേക്ക് സാധനങ്ങളോ ചരക്കുകളോ ഏറ്റിക്കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവർ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അവരെ സഹായിക്കുക. മൂന്നാമത്തെ നല്ല വാക്ക് പറയുക, ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന നല്ല വാക്കുകൾ പറയുക. നാലാമത്തേതാണ് നമ്മുടെ ഫസ്ലുമായി ബന്ധപ്പെട്ടത്, മസ്ജിദിലേക്ക് നടക്കുന്ന ഓരോ കാലടികളും അവന് സദഖയായി പരിഗണിക്കും എന്നുള്ളത്. അത് സദഖ കൂടിയാണ്. അടുത്തത് പറഞ്ഞത് വഴിയിലുള്ള തടസ്സം നീക്കി കൊടുക്കുക. ഈ കാര്യങ്ങളെല്ലാം സദഖയായി പരിഗണിക്കും. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ألا أدلكم على ما يمحو الله به الخطايا ويرفع به الدرجات. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അള്ളാഹു പാപങ്ങളെ മായ്ച്ചു കളയുന്നതും ദറജകളെ ഉയർത്തുന്നതുമായിട്ടുള്ള കാര്യം? ഖാലു ബലാ യാ റസൂലല്ലാഹ്, സഹാബികൾ പറഞ്ഞു, അത് റസൂലേ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹ്, ബുദ്ധിമുട്ടുള്ള സമയത്തും പൂർണ്ണമായി വുദു എടുക്കുക എന്നുള്ളത്. വുദുവിന്റെ ബാബിലെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ തണുപ്പുണ്ട്, എന്നാൽ ശരീരത്തിന് ഉപദ്രവം പറ്റുന്ന അവസ്ഥയല്ല. ശരീരത്തിന് ഉപദ്രവം പറ്റുന്ന രീതിയിൽ തണുപ്പുണ്ട്, ബുദ്ധിമുട്ടാണെങ്കിൽ ടൈമും ചെയ്യാം. പക്ഷെ കുറച്ചൊക്കെ തണുപ്പാണ്, ആ സമയത്ത് തന്നെ അത് സഹിച്ചിട്ടും പൂർണ്ണമായി വുദു എടുക്കുക. വക്കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, മസ്ജിദിലേക്ക് ധാരാളം കാലടി വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് പോകുന്നത്. വൻതിളാറുസ് സ്വലാത്തി ബഅദസ് സ്വലാ, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഫദാലികുമുർ റിബാത്ത് ഫദാലികുമുർ റിബാത്ത് ഫദാലികുമുർ റിബാത്ത്, അതാണ് റിബാത്ത്. റിബാത്ത് എന്ന് പൊതുവെ പറയൽ മുസ്ലിമുകൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്നതിനാണ്. അപ്പോൾ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പിശാചിന്റെ പ്രവേശനം ഇല്ലാതെ അവൻ സ്വന്തത്തെ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിലും മസ്ജിദിലേക്ക് നടക്കുക എന്നുള്ളത് പാപങ്ങൾ മായ്ക്കുന്ന
ദറജകൾ ഉയർത്തുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതേ ഹദീസിന്റെ ആശയം തന്നെ 3 ഹദീസുകളായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് വായിക്കുന്നില്ല. وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال من غدا إلى المسجد أو راح أعد الله له في الجنة نزلا كلما غدا أو راح നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും മസ്ജിദിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴൊക്കെയാണോ പുറപ്പെടുന്നത് അപ്പോഴെല്ലാം അവനൊരു വിരുന്ന് സ്വർഗത്തിൽ ഒരുക്കുന്നതാണ്. അവനൊരു വിരുന്ന് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കും. വളരെ മഹത്തായ പ്രതിഫലമാണ് മസ്ജിദിൽ ജമാഅത്തിന് പങ്കെടുക്കുന്നതിലും അതുപോലെ മുമ്പ് ഹദീസുകൾ പറഞ്ഞ പോലെ നടന്നു പോകുന്നതിലും. وعن بريدة رضي الله عنه عن النبي صلى الله عليه وسلم قال بشر المشائين في الظلم إلى المساجد بالنور التام يوم القيامة. صلى الله عليه وسلم പറഞ്ഞു بشر المشائين في الظلم إلى المساجد. മസ്ജിദിലേക്ക് രാത്രിയിൽ അഥവാ ഇരുട്ടിൽ ഫജ്റിനോ ഇശാഇനോ എല്ലാം മസ്ജിദിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? ബിന്നൂരി താമി യൗമൽ ഖിയാമ, നാളെ അന്ത്യനാളിൽ അവർക്ക് പരിപൂർണമായിട്ടുള്ള ഒരു പ്രകാശം അവർക്കുണ്ടാകും. ദുനിയാവിൽ ഫജ്റിനോ ഇശാഇനോ എല്ലാം ഇരുട്ടിൽ മസ്ജിദിലേക്ക് പോയതിന്റെ ഫലമായിട്ട് പരലോകത്ത് അവർക്ക് പൂർണ്ണമായ പ്രകാശം അല്ലാഹു തആല നൽകുന്നതാണ്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن الله ليضيء للذين يتخللون إلى المساجد في ظلم بنور ساطع يوم القيامة. മസ്ജിദിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവരെ പ്രകാശിപ്പിക്കും. നാളെ പരലോകത്ത് ഇരുട്ടുകളിൽ പോകുന്നവരെ നാളെ പരലോകത്ത് പ്രകാശിപ്പിക്കും, വളരെ പ്രകാശം നൽകുന്ന ഒരു വെളിച്ചം കൊണ്ട്. وعن أبي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم قال من مشى في ظلمة الليل إلى المسجد لقي الله عز وجل بنور يوم القيامة. ആരാണോ ഇരുട്ടുള്ള സമയത്ത് മസ്ജിദിലേക്ക് നടന്നു പോകുന്നത് അവന് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് അവന്റെ മുഖത്ത് അവന് പ്രകാശത്തോടു കൂടിയാണ് നാളെ അല്ലാഹുവിനെ കാണുക. ഇതേ ആശയത്തിൽ വേറെ ചില റിവായത്തുകളും വന്നിട്ടുണ്ട്. മസ്ജിദിൽ നടന്നു പോകുന്നതിന്റെ ഫضലും ജമാഅത്തിന്റെ ഫضലുമെല്ലാമാണ് ഈ ഹദീസിലൂടെ മനസ്സിലാക്കേണ്ടത്. ബറകല്ലാഹു ഫീക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.